നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മുതലായ 10th മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. PSC ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻസും അതുപോലെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 2 or 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. റൂർക്കേല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് ആര്? മാവോ സേ തുങ് ആണ് ഇപ്രകാരം പറഞ്ഞത്. രാഷ്ട്രീയ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മാവോ സേ തുങ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാരാ? അരവിന്ദ ഘോഷ് ആണ് ഇപ്രകാരം പറഞ്ഞത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാര്? അരവിന്ദ ഘോഷ്. ഇനി PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പദ്ധതികൾ നോക്കാം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? സ്നേഹസാന്ത്വനം പദ്ധതിയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുന്ന പദ്ധതി ഏതാ? പ്രത്യാശ എന്ന പദ്ധതിയാണ്. പ്രത്യാശ. പ്രമേഹ രോഗം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ മിഠായി എന്ന പദ്ധതിയാണ്. മിഠായി. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ എന്ന പദ്ധതി. ശരണ്യ. ശാരീരികവും മാനസികവുമായ സ്ഥിരം രോഗമുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസകിരണം. ഇനി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് താലോലം എന്ന പദ്ധതി. എന്താണ് ഈ താലോലം എന്ന പദ്ധതി? വൃക്കരോഗം, ഹൃദയരോഗം, ഹീമോഫിലിയ, ജനന വൈകല്യങ്ങൾ തുടങ്ങിയ മാരകമായ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? താലോലം പദ്ധതി. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ 10th മെയിൻസ് 2025 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം, എല്ലാവരും ജോലിക്ക് കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ SCRT, പഴയ SCRT, ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടെ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. 6 മാസ കാലാവധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഉടനെ തന്നെ ജോയിൻ ചെയ്തോളാം. ആപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന ബാച്ചാണ്. കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഒരുപാട് പേര് ഉറ്റുനോക്കുന്ന പരീക്ഷ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുകൾ, കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടി, ഈ 3 പോസ്റ്റുകൾക്കും വേണ്ടി നമ്മുടെ ആപ്പിൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് VFAയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബാച്ച് എടുത്താലും അതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും പുതിയ SCRTയും പഴയ SCRT എല്ലാം ലഭ്യമാണ്. പുതിയ SCRTയിൽ നിന്ന് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഒരു തുറുപ്പുചെട്ടാണ് ഈ പുതിയ SCRT എന്ന് പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് റിവിഷൻ അടിച്ച് പഠിച്ചിട്ടേ പോകാവും. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. ഒന്നും വിട്ട് കളയരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആപ്പിൽ ക്ലാസ് എല്ലാം എടുത്തു തരുന്നത്. പിന്നെ ജനറൽ PSC ബാച്ച് ഉണ്ട്. അങ്ങനെ കുറേ ബാച്ചുകൾ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു നിമിഷം പോലും നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ കോഴ്സുകളും ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവൈലബിൾ
അവൈലബിൾ ആണ് കേട്ടോ. ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഓരോ പോർഷൻസും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നിങ്ങളങ്ങ് പഠിച്ചങ്ങ് പോയാൽ മതി. ടൈം ടേബിളിൽ ഇപ്പോൾ വീക്ക് വൈസ് ആയിട്ട് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, ഒരു വീക്കിൽ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അങ്ങനെ 5 ദിവസം. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച വരെയുള്ള പോർഷൻസ് ആണ്. എന്നിട്ട് നിങ്ങൾ റിവിഷൻ അടിച്ചിട്ട് ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് എക്സാമും ഓരോ ആഴ്ചയും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളാം. എന്താണ് മൃതസഞ്ജീവിനി എന്ന പദ്ധതി? കേരള ആരോഗ്യ വകുപ്പിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. കേരള ആരോഗ്യ വകുപ്പിന്റെ അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവിനി. ഇനി സമാശ്വാസം എന്ന പദ്ധതി എന്താണ്? ഡയാലിസിസ് നടത്തുന്ന കിഡ്നി രോഗികൾ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവർ, ഹീമോഫിലിയ ബാധിച്ച രോഗികൾ, അരിവാൾ രോഗം ബാധിച്ചവർ എന്നിവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഏത്? സമാശ്വാസം. അടുത്ത ചോദ്യം നോക്കാം. രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഒരു തടാകമാണ് ഏത്? പുഷ്കർ തടാകം. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് അബു ആണ്. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ എഫ് കെന്നഡി ആണ്. ജോൺ എഫ് കെന്നഡി. റിസർവ് ബാങ്കിനെ പറ്റി കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കുക. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. വായ്പകളുടെ നിയന്ത്രകൻ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ എണ്ണപ്പനയാണ്. എണ്ണപ്പന. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. 26ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. 25ാമത്തെ RBI ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് എന്താണ്? പാമ്പൻ ചാനൽ ആണ്. പാമ്പൻ ചാനൽ. ലാ മറാബ്ലെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലാ മറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, പാവങ്ങൾ എന്ന പേരിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ആരാണ് വിവർത്തനം ചെയ്തത്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ. എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4 വർഷത്തിലൊരിക്കൽ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം, റിപ്പീറ്റിംഗ് ചോദ്യം, ഹൈഡ്രജൻ ആണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ സാരംഗിയാണ്. സാരംഗി. ഓക്കെ, ഇനി പുരസ്കാരങ്ങളും അവ ആദ്യം ആർക്കാണ് കിട്ടിയതും എന്ന് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം പ്രഥമ ജേതാവ് ആര്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻപിള്ള. ജ്ഞാനപീഠ പുരസ്കാരം പ്രഥമ ജേതാവ് ആരാണ്? G. ശങ്കരക്കുറുപ്പ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് R. നാരായണ പണിക്കർ. വള്ളത്തോൾ പുരസ്കാരം പാലാ നാരായണൻ നായർ. വയലാർ പുരസ്കാരം, വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം. വർഷം ചോദിച്ചിട്ടുണ്ട്. 1977 ആണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവ് തിക്കോടിയനാണ്. വർഷം 2002. അടുത്ത ചോദ്യം. എഡ്വിൻ ആർണോൾഡിന്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുദ്ധന്റെ ജീവിതമാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം. ഏത് നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്? ന്യൂയോർക്കിലാണ് ടൈംസ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ്? കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് സമീപമാണ് വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കുറച്ച് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേമാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ഏത് കൃതിയിൽ നിന്നുമാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന്. ആനന്ദമഠം എന്ന ബംഗാളി നോവൽ പുറത്തിറങ്ങിയ വർഷം ചോദിച്ചാൽ 1882. 1882 വന്ദേമാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ജദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി
ഭരണഘടന അംഗീകരിച്ചത് എന്ന് 1950 ജനുവരി മാസം 24-നാണ്. 1950 ജനുവരി മാസം 24 വന്ദേമാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാണ്? 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരവിന്ദ ഘോഷ് ആണ് വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താ? മദർ ഐ ബോ ടു ദീ എന്നതാണ് ഇംഗ്ലീഷ് പരിഭാഷ. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ? യമുന നദിയുടെ പോഷക നദിയാണ് ചമ്പൽ. ലോഹിത് എന്നത് ഏത് നദിയുടെ പോഷക നദി? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ലോഹിത്. ഏത് നദിയുടെ പോഷക നദിയാണ്? ടീസ്ത. ബ്രഹ്മപുത്ര നദിയുടെ തന്നെ പോഷക നദിയാണ് ടീസ്ത. ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്? സെയിൻ നദിയുടെ തീരത്താണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്തിലാണ് കോട്ടയം സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം നഗരം മീനച്ചിലാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അപ്പോ ചമ്പൽ എന്നത് യമുന നദിയുടെ പോഷക നദി, ലോഹിത് ബ്രഹ്മപുത്രയുടെ പോഷക നദി, ടീസ്ത ബ്രഹ്മപുത്രയുടെ പോഷക നദി. ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ? സെയിൻ നദിയുടെ തീരത്ത്. ഏത് നദിയുടെ തീരത്താണ് കോട്ടയം നഗരം മീനച്ചിലാറിന്റെ തീരത്ത്. വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദി ഏത്? ഗോദാവരിയാണ്, ഗോദാവരി. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആര്? സ്റ്റീഫൻ പാദുവ. സ്റ്റീഫൻ പാദുവയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത്. ഇനി കേരള നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ദേവികുളം മണ്ഡലം. ദേവികുളം മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പ്. കേരള നിയമസഭയിലേക്ക് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ദേവികുളം മണ്ഡലം. അടുത്ത ചോദ്യം, കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ ഏതാണ്? അശോകന്റെ ശിലാരേഖയിലാണ് കേരളത്തിന്റെ പരാമർശമുള്ളത്. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? കാക്കനാട്. മുൻപ് കേരള പ്രസ് അക്കാദമി ആയിരുന്നു, ഇപ്പോൾ കേരള മീഡിയ അക്കാദമി. ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്, കാക്കനാട്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ പാസ്സായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ PK കുഞ്ഞാണ്, PK കുഞ്ഞ്. അപ്പൊ നമുക്ക് ബ്രഹ്മപുത്ര നദിയെ കുറിച്ച് നോക്കിയാലോ. ബ്രഹ്മപുത്ര നദി, ബോഗിബീൽ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകെയാണ്? ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലെ പുരുഷ നദി എന്നറിയപ്പെടുന്നു, ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയും ഏത് തന്നെയാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? ലോഹിത്, മാനസ്, ടീസ്ത, സുബൻസിരി, കോലോങ്, ദിബാങ് എന്നിവ. ലോഹിത്, മാനസ്, ടീസ്ത, സുബൻസിരി, കോലോങ്, ദിബാങ് എന്നിവ ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. പുരുഷനാമത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ഉത്ഭവിക്കുന്നതോ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഇപ്പൊ ടീസ്ത ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണെന്ന് പറഞ്ഞു. ഏത് സംസ്ഥാനത്തിന്റെ ജീവരേഖയാണ് ടീസ്ത? സിക്കിമിന്റെ ജീവരേഖയാണ് ടീസ്ത, ഓർക്കുക. അടുത്ത ചോദ്യം, കേരള നിയമസഭാ സ്പീക്കർ പദവി സ്വതന്ത്ര അംഗം എന്ന നിലയിൽ വഹിച്ച ഏക വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയയാണ്, CH മുഹമ്മദ് കോയ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? VV ഗിരിയാണ്, VV ഗിരി. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ്? വെങ്കടക്കോട്ട. കോട്ടയ്ക്കൽ, കോട്ടയ്ക്കലിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട. ഏത് വൈസ്രോയിക്കാണ് 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപു. അടുത്ത കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? M മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നതോ IK കുമാരൻ മാസ്റ്റർ ആണ്, IK കുമാരൻ മാസ്റ്റർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഏത്? മാഹി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട നദി മാഹി പുഴ അഥവാ മയ്യഴിപ്പുഴ. ഫ്രഞ്ചുകാരുടെ ഭരണത്തിലായിരുന്ന ബംഗാളിലെ പ്രദേശമാണ് ഏത്? ചന്ദ്രാനഗർ, ചന്ദ്രാനഗർ. പുതുച്ചേരിയുടെ ഭാഗമായ സ്ഥലങ്ങൾ മാഹി, കാരക്കൽ, യാനം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ?
മാഹി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. പുതുച്ചേരിയുടെ ഭാഗമായ കാരക്കൽ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. പുതുച്ചേരിയുടെ ഭാഗമായ യാനം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്? ഫ്രെസ്കോ ശൈലിയിലാണ്. ഫ്രെസ്കോ ശൈലിയിൽ. ഏത് നേതാവിന്റെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഏതു പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛന്നനായി ഇന്ത്യയിൽ നിന്നും കടന്നത്? മൗലവി സിയാവുദ്ദീൻ എന്ന പേരിലാണ്. മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ. ഏത് രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത്? രക്താർബുദം. രക്താർബുദമാണ് ലുക്കീമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ ആരാണ്? KJ യേശുദാസ് ആണ്. KJ യേശുദാസ്. ഓപ്പൺ ഹാൻഡ് മോണമെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ചണ്ഡീഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചണ്ഡീഗഡ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത് ആര്? ജനറൽ AS വൈദ്യയാണ്. ജനറൽ AS വൈദ്യ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാറാണ് ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ്. പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, പുതുച്ചേരിയുടെ പഴയ പേരാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത വർഷം 1954 നവംബർ മാസം 1. ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു പുതുച്ചേരി? ഫ്രഞ്ച് അധീനതയിലായിരുന്നു പുതുച്ചേരി. ഈ പോണ്ടിച്ചേരിയുടെ പേര് പുതുച്ചേരി എന്ന് മാറ്റിയതെന്ന 2006 സെപ്റ്റംബർ 20-നാണ്. 2006 സെപ്റ്റംബർ 20-ന്. വാസ്കോഡ ഗാമ വൈസ്രോയി ആയി കേരളത്തിലെത്തിയ വർഷം ഏത്? AD 1524 വാസ്കോഡ ഗാമ വൈസ്രോയി ആയിട്ട് കേരളത്തിലെത്തിയത്. AD 1524. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമയാണ്. മൗണ്ട് ഫ്യൂജിയാമ. സാഫ് ഗെയിംസിന്റെ പുതിയ പേര് സൗത്ത് ഏഷ്യൻ ഗെയിംസ് എന്നതാണ് സാഫ് ഗെയിംസിന്റെ പുതിയ പേര്. സാന്താക്രൂസ് വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? സാന്താക്ലോസ് അല്ല, സാന്താക്രൂസ് ആണ്. മുംബൈയിലാണ്. മുംബൈ. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് അശോകനാണെന്ന് ഓർക്കുക. സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ലാലാ ഹാർദയാൽ. ലാലാ ഹാർദയാൽ ആണ് ഗദ്ദാർ പാർട്ടിക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം നൽകിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒറ്റ ക്ലാസ്സിൽ നിന്നും 2-3 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.